പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 2 മണിക്കൂറായിട്ടും മറുപടി നൽകുന്നില്ല. പ്രധാനമന്ത്രി തലത്തിൽ നിന്ന് ഉചിതമായത് ചെയ്തോളൂ എന്ന് മറുപടി കൊടുക്കുന്നു. അതിർത്തിയിൽ വെടിയൊച്ചകൾ കേട്ടപ്പോൾ രാജ്യം ഉറക്കമില്ലാതെ കാത്തിരുന്നു. പക്ഷേ ആ സംഭവങ്ങളുടെ യഥാർത്ഥ കഥ ആരാണ് പറയുന്നത്? ഒരു മുൻ സൈനിക മേധാവി, രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തിന്റെ മധ്യകേന്ദ്രത്തിൽ നിന്ന ഒരു വ്യക്തി. അദ്ദേഹം എഴുതിയ ആത്മകഥ അതിന്ന് രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയിരിക്കുന്നു. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ഒരു ആത്മകഥ മാത്രമോ, അതോ അധികാരത്തിന്റെ അടുക്കളയിൽ നടന്ന രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലോ? അതിർത്തിയിൽ വൻതോതിൽ സംഘർഷങ്ങൾ നടക്കുന്ന സമയം, രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി അനവധി തീരുമാനങ്ങൾ കൈക്കൊണ്ട സമയം, ആ സ്ഥാനത്ത് നിന്നൊരു വ്യക്തി അദ്ദേഹം ഒരു പുസ്തകം എഴുതുമ്പോൾ അത് വെറും ഒരു ആത്മകഥ മാത്രമല്ല, അത് ചരിത്രത്തിന്റെ ഒരു രേഖ കൂടിയാണ്. പൂർത്തിയാക്കിയ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് ഇതുവരെ നോ ഒബ്ജക്ഷൻ അനുമതി ലഭിക്കാത്ത 448 പേജുകളുള്ള ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ സൈനിക ജീവിതം, അതേപോലെ തന്നെ സൈനിക നയവും വിദേശ നയവും തമ്മിലുള്ള ഏകോപനം, ഗാൽവാൻ വെളിപ്പെടുത്തലുകൾ, അഗ്നിപഥ് പദ്ധതിയുടെ ഉള്ളറകൾ ഒക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ ചോദ്യം ഇതാണ്: ഇത്തരത്തിലുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾ അറിയേണ്ടതാണോ, അതോ ചില സത്യങ്ങൾ ഫയലുകളിൽ മാത്രം തുടരേണ്ടതാണോ? പുസ്തകം ഔദ്യോഗികമായി പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ചില ഭാഗങ്ങൾ പുറത്തു വന്നിരുന്നു. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതുവഴി രാഷ്ട്രീയ ചർച്ചകൾ കത്താനും തുടങ്ങി. ഒരു വശത്ത് അദ്ദേഹത്തിന്റെ അവകാശമെന്ന് വാദിക്കുമ്പോഴും മറുവശത്ത് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വെളിപ്പെടുത്തലുകൾ എന്ന പരാമർശങ്ങൾ വന്നു. ഇതോടെ സംഭവം രാഷ്ട്രീയ തലത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ സുരക്ഷാ ചർച്ചയായി മാറുകയും ചെയ്തു. എന്താണ് ഗാൽവനിൽ സംഭവിച്ചത്? 2020 ജൂൺ 15 ലഡാക്കിലെ ഗാൽവൻ താഴ്വരയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായ സൈനിക ഏറ്റുമുട്ടൽ ഇരു രാജ്യങ്ങളുടെയും അതിർത്തി ബന്ധത്തിൽ വളരെയധികം വഴിത്തിരിവായി മാറി. ഈ സംഭവം ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന് സമീപമാണ് സംഭവിക്കുന്നത്. ഇത് ഇന്ത്യ ചൈന അതിർത്തിയിലെ ഔദ്യോഗികമായ നിർവചിക്കാത്ത നിയന്ത്രണ രേഖയാണ്. ഗാൽവൻ താഴ്വര ലഡാക്കിലെ തന്ത്രപ്രധാന മേഖലയായ ദൗലത് ബേഗ് ഓൾഡി റോഡിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ നിർമ്മിച്ച DSDBO ദാർബുക് ഷിയോക് ദൗലത് ബേഗ് ഓൾഡി റോഡ് ഈ പ്രദേശത്തിന്റെ സൈനിക പ്രാധാന്യം വർദ്ധിപ്പിച്ചു. ഈ അടിസ്ഥാന സൗകര്യ വികസനമാണ് സംഘർഷത്തിന് പ്രധാന പശ്ചാത്തല കാരണമായി വിലയിരുത്തപ്പെടുന്നത്. 2020 ഏപ്രിൽ മാസത്തോടെ തന്നെ കിഴക്കൻ ലഡാക്കിൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക സാന്നിധ്യം വർദ്ധിച്ചു. പെട്രോളിംഗ് രീതികളിലും LACയുടെ വ്യാഖ്യാനത്തിലും ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ജൂൺ 15 ഓഗസ്റ്റ് 31 ഉണ്ടായ സംഘർഷത്തിൽ 20 ഇന്ത്യൻ സൈനികരും 45-ലേറെ ചൈനീസ് സൈനികരുമാണ് വീരമൃത്യു വരിച്ചത്. 1975 ശേഷം LACയിൽ മരണമുണ്ടായ ആദ്യ സംഭവമായതിനാൽ ഇത് ചരിത്രപരമായ പ്രാധാന്യം നേടി. 2020 ഓഗസ്റ്റ് 31 ഈ സംഭവം നരവാനെ അദ്ദേഹത്തിന്റെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനിയിൽ വിശദീകരിക്കുന്നുണ്ട്. രാത്രി 8:15 നോർത്തേൺ കമാൻഡിലെ ഓഫീസർ യോഗേഷ് ജോഷി അദ്ദേഹത്തിന് ഒരു കോൾ ചെയ്യുന്നു. ഗാൽവാൻ മേഖലയിലേക്ക് ചൈനയുടെ 4 ടാങ്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഫോൺ കോൾ ലഭിച്ചയുടൻ അദ്ദേഹം അന്നത്തെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിനെയും ചീഫ് ഡിഫൻസ് സ്റ്റാഫ് ബിപിൻ റാവത്തിനെയും വിവരം അറിയിക്കുന്നു. അതുകൂടാതെ അജിത് ഡോവലിനെയും വിദേശകാര്യമന്ത്രി S ജയശങ്കറിനെ വിവരം അറിയിക്കുന്നുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 2 മണിക്കൂറായിട്ടും മറുപടി നൽകുന്നില്ല. അജിത് ഡോവലും ബിപിൻ റാവത്തും യാതൊരു തരത്തിലുള്ള മറുപടിയും നൽകുന്നില്ല. 10:30 ആകുമ്പോഴേക്കും പ്രധാനമന്ത്രി തലത്തിൽ നിന്ന് ഉചിതമായത് ചെയ്തോളൂ എന്ന് മറുപടി കൊടുക്കുന്നു. പ്രധാനമന്ത്രി തലത്തിൽ വിലയിരുത്തിയത് ഇത് വെറും ഒരു മിലിറ്ററി ആക്ഷൻ മാത്രമായിരിക്കും എന്നാണ്. തന്റെ മേൽ അതിന്റെ ഉത്തരവാദിത്വവും സമ്മർദ്ദവും ഏൽപ്പിച്ചു. എന്ത് ചെയ്യണമെന്നതിന് രാഷ്ട്രീയ തീരുമാനം വന്നില്ല, പകരം സൈന്യത്തിന് വിട്ടുകൊടുത്തു എന്നാണ് അദ്ദേഹത്തിന്റെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനിയിൽ അദ്ദേഹം അവകാശപ്പെടുന്നത്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാർ ഒഴിഞ്ഞു മാറി എന്നാണ് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത്. നരവാനെ സ്വന്തം തീരുമാനപ്രകാരം സംഘർഷ മേഖലയിൽ ഇന്ത്യൻ യുദ്ധ ടാങ്കുകൾ വിന്യസിക്കുകയും ആ യുദ്ധ ടാങ്കുകൾ കണ്ട് ചൈനീസ് ടാങ്കുകൾ പിന്മാറുകയും ചെയ്തുവെന്നാണ് ആ പുസ്തകത്തിൽ പറയുന്നത്.
ജനാധിപത്യത്തിൽ സൈന്യം രാഷ്ട്രീയ നിയന്ത്രണത്തിനകത്താണ്. ഇതൊരു അടിസ്ഥാന തത്വമാണ്. പക്ഷേ വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്: ഇൻസ്റ്റിറ്റ്യൂഷണൽ ലോയാലിറ്റി എവിടെ അവസാനിക്കുന്നു? പബ്ലിക് ട്രാൻസ്പെറൻസി എവിടെ തുടങ്ങുന്നു? ഇതൊരു വ്യക്തിയുടെ കഥയല്ല. ഇത് സിവിൽ മിലിറ്ററി റിലേഷൻസ് എന്ന വലിയ ആശയത്തിന്റെ ഒരു ഭാഗമാണ്. ജനാധിപത്യത്തിനും ദേശീയ സുരക്ഷയ്ക്കും ഇടയ്ക്ക് ഒരു രേഖയുണ്ട്. സത്യം പറയാനുള്ള ധൈര്യം ഒരു ഗുണമാണ്. പക്ഷേ സത്യം പറയാനുള്ള സമയവും സാഹചര്യവും അത്രമേൽ പ്രധാനമാണ്.